ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് 17-ൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ബദരീങ്ങളും ആണ്ടിൻ്റെ അന്നത്തെ വിശേഷമാണ്. അപ്പോൾ നമ്മൾ അയൽവാസിയിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയൊരു കിറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരിയും അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വെച്ചാൽ അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നാടൻ ചിക്കൻ മുളകിട്ടതും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിവിടെയൊക്കെ പറയും കോഴി മുളകിട്ടതെന്ന്. അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു കടായി വെച്ചതിന് ശേഷം ഒരു നുള്ളു ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയിലാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു പിടിയോളം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുന്നവരൊക്കെ ചെറിയ ഉള്ളി തന്നെ എടുത്തെടുത്തോണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് നല്ല ഒരു 2 തണ്ട് ഫ്രഷ് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമണം നല്ലോണം മാറി കിട്ടണം. പിന്നെ ഇതാ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുള്ളൂ, ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് പിന്നെ ഇതിലേക്കുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി മാത്രമായിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇതാ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം പൊടിച്ചത് എന്തായാലും നമ്മൾ ഈ കോഴി മുളകിട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടൽ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത് 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് അയിമ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ അതേ ലെവലിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മുളകിട്ടിലേക്ക് തേങ്ങാപ്പാൽ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറുക്കല്ല ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അതിലേക്ക് നമ്മൾ ഇതുവരെ തക്കാളിയും പച്ചമുളകും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലേന്ന് ഈ ടൈമിലാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 തക്കാളി കട്ട് ചെയ്തതും 3-4 പച്ചമുളകും ആയി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തക്കാളി ഓവറായിട്ട് കൂടണ്ട, പുളി കൂടിപ്പോവും. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ല മണമൊക്കെ വരും കേട്ടോ. നല്ല നമുക്ക് ചിക്കന് വെന്ത് കിട്ടിയിരിക്കണമെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ആ ടൈമിലാണ് ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം മീറ്റ് മസാല ചിക്കൻ മസാല എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒരു 1/2 മുറി തേങ്ങൻ്റെ പാലെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാൽ 2-ാം പാലൊന്നൊന്നുമില്ല, ഒരൊറ്റ പിഴിയൽ പിഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്ച്ചോർക്ക് ഇതേപോലെ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെച്ചത്. ഈ തേങ്ങാപ്പാൽ ഒഴിക്കാതെ നമുക്ക് വെച്ചാൽ നമ്മളെ നാടൻ രീതിയിൽ ചിക്കൻ മുളകിട്ടതും ആയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ പണിയുള്ളൂ നമുക്ക് ചിക്കൻ മുളകിട്ടത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരിത്തിരി കൂടി ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും കളറ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പിന്നെ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നോമ്പ് തുറക്കണ നേരത്തേക്ക് നമുക്ക് ഒരുപാട് മുളകൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത്. പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കണത്. അത് ഞാൻ ഒരുപാടൊന്നും കാണിക്കണില്ല, നമ്മൾ ഇതിന് മുന്നേ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ഡാൽഡയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെല്ലാം ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതാ ഞാൻ നല്ലോണം നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 കപ്പ് അരിയായിട്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ എനിക്കൊരു 6 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഒറ്റ വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. ഒരു വറ്റും ഒട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് കോഴിയടയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കോഴിയടയ്ക്ക് വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ചിക്കനൊന്നും വേവിച്ചെടുത്തിട്ടില്ലായിരുന്നു. കറി വെച്ച ചിക്കനിൽ നിന്ന് എല്ലില്ലാത്ത 2-3-4 പീസ് നോക്കിക്കാണ്ട് എടുത്തുകൊണ്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 പീസ് ചിക്കനും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും നമുക്ക് നോമ്പിന് വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ 3 ആൾ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 6 പീസ് ചിക്കന് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് കോരിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ലോണം ഒരു ടേസ്റ്റ് കൂടും കേട്ടോ ഇങ്ങനെ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ നമ്മളെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബദിരീങ്ങളെ ആണ്ടിൻ്റെ അന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിറ്റ് തന്ന ആ കുടുംബത്തിന് എല്ലാ പ്രാവശ്യം ഇതേപോലെ തന്നെ ഇനിയും കൂടുതൽ കൊടുക്കാനുള്ള റഹ്മത്തും ബർക്കത്തും ഒക്കെ അള്ളാഹു പഠിച്ചവന് കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ കുറച്ച് വത്തക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതിന് ചോറും ഞാൻ നോമ്പ് പറക്കണ നേരത്തെ തന്നെ ഞാൻ ഇവിടെ വിളമ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം ചിലപ്പം ഭക്ഷണം കഴിക്കൽ ചോറോ പത്തിരിയോ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതോട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ വിളമ്പിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.